ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചു. എന്നാൽ കനത്ത ടോൾ ഈടാക്കാനുള്ള മുൻ തീരുമാനം മാറ്റി മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്കായി ഈ പാത തുറന്നു നൽകുമെന്നും യുഎസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഇറാനെതിരെ ശക്തമായ നിലപാടുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ പ്രഖ്യാപന പ്രകാരം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ ഉപരോധം പൂർണ്ണമായും ബാധകമായിരിക്കും. ഇറാൻ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളുടെയും കപ്പൽ ഗതാഗതത്തിന് ഹോർമൂസ് പാത സുരക്ഷിതമാക്കി തുറന്നു നൽകുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് 20% റീഇംബേഴ്സ്മെന്റ് ഫീ അഥവാ ടോൾ ഈടാക്കാനുള്ള വിവാദപരമായ തീരുമാനം അമേരിക്ക പിൻവലിച്ചു. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ഫലപ്രദമായ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പിന്മാറ്റം. കനത്ത ടോളിന് പകരമായി ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വൻതോതിലുള്ള പുതിയ വ്യാപാര നിക്ഷേപ കരാറുകളിൽ ഏർപ്പെടുവാനാണ് ഇപ്പോൾ ഇരുപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ ക്രൂരവും അക്രമാസക്തവുമായ ഭരണകൂടം ആ രാജ്യത്തെ പൂർണ്ണമായ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ഇറാൻ ഇനിയൊരിക്കലും ഒരു ആണവായുധം കൈവശം വെക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കനക്കുന്നതിനിടെ മേഖലയിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.